ചോപ്പുകളുടെ മത്സരത്തിൽ കരുത്ത് തെളിയിക്കാനായിട്ട് പോകുന്നത് ടീം അംഗങ്ങൾക്ക് എല്ലാ ആശംസകളും. യുവതി യുവാക്കളെ നാട്ടുകാർ, ഇന്നിവിടെ നടക്കുവാൻ പോകുന്ന വടംവലി മത്സരം ഒരു മത്സരം എന്നതിനേക്കാളുപരി അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകളുടെ പ്രബുദ്ധത വിളംബരം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. നമുക്കറിയാം, ആനുകാലിക സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ വളരെ കടന്നുകയറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനെതിരെ ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ്. നിയമപരമായ സംരക്ഷണം സ്ത്രീകൾക്ക് നൽകുവാൻ വേണ്ടി പുതിയ നിയമം ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള ഏത് സ്ത്രീകൾക്കെതിരെയുള്ള ചെറിയ വിമർശനം പോലും കേസാകാവുന്നതും ജയിലിൽ പോകാവുന്നതുമായ ഒരു സാഹചര്യമാണ് പുതിയ നിയമം മൂലം ഇവിടെ സംജാതമായിരിക്കുന്നത്. ആ നിയമത്തെക്കുറിച്ച് പലർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അപകടത്തിൽപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പുരുഷന്മാര് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് എതിരെ തുറച്ചു നോക്കുന്നതും സ്ത്രീകളെ കടന്നു പോകുമ്പം അനാവശ്യമായ കമന്റ് പാസ്സാക്കുന്നതും മോശമായ രീതിയിൽ നോക്കുന്നതും എല്ലാം ഇപ്പോൾ കുറ്റകരമാണ്. അത് 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റം കൂടിയാണ്. അപ്പൊ കേരള നിയമസഭയിലും ഇന്ത്യൻ പാർലമെന്റിലും ഈ നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീയെ നമ്മൾ ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ കാണുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ ആർഷഭാരത സംസ്കാരത്തില് സ്ത്രീയെ സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. എത്ര നാരിസ്തേ പൂജ്യന്റെ രമന്തേ അത്ര ദേവസ്തു എന്നാണ് നമ്മുടെ ഇതിഹാസങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എവിടെയാണോ സ്ത്രീ ആദരിക്കപ്പെടുന്നത് അവിടെ ഐശ്വര്യം കുടികൊള്ളുന്നു. അതുപോലെ നമുക്കും ആർഷഭാരത സംസ്കാരത്തിലേക്ക് തിരികെ പോകാം. നമ്മുടെ സ്ത്രീയെ ഒരു സഹോദരിയായി, അമ്മയായി നമുക്ക് അവരെ സ്നേഹിക്കാം, ബഹുമാനിക്കാം. ഈ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ചൈതന്യയിലെ നമ്മുടെ പ്രിയങ്കരനായ മൈക്കിളച്ചൻ എന്നിവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഈ വടംവലി മത്സരത്തിന് എല്ലാവിധ പിന്തുണകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ വടംവലി മത്സരത്തിൽ ആദ്യ റൗണ്ടിൽ അവസരം നേടുകയാണ്. ആദ്യ പേരിൽ നമ്മൾ കൈയടിച്ച് പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുക. ഇത് അതിശക്തി തുടർന്ന് ഇതിനോട് ചേർന്ന് നിന്ന് വനിതകളുടെ പഞ്ചഗുസ്തി മത്സരവും നടക്കുന്നതാണ്. ദിവസം 102, 108 നമ്പർ 102 കാണികൾ ദയവ് ചെയ്ത് 2 സൈഡുകളിലേക്ക് മാറി നിന്നുകൊണ്ട് മത്സരാർത്ഥിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
114 സമം 112 തമ്മിലുള്ള 4 റൗണ്ട് മത്സരത്തിന് വിജയികൾക്കായിട്ട് ആദ്യ റൗണ്ട് മത്സരമാണ് നടക്കുന്നത്. നിൽക്കുന്ന ഇതായി മത്സരത്തിന് തമ്മിലുള്ള രണ്ടാമത് മത്സരത്തിന് വിജയകരമായ ആരോഗ്യമാണ് വരുന്നവരുടെ അടുത്ത മത്സരം ജസ്തമൻ 102-105. ശക്തരായ രണ്ട് ടീമുകളെ മാറ്റി നിൽക്കുന്ന അപൂർവവാസികളുടെ ആ വനിതകളുടെ മത്സരത്തിന്റെ വിപുലമായ മികച്ചിലേക്ക് പ്രവേശിക്കുകയും അതേസമയം 109-110 ഈ വനിതകളുടെ വനിതക മത്സരത്തിന്റെ 4ാം റൗണ്ടിൽ മാറ്റിവെക്കുകയാണ്. അതേസമയം 110 അവസാന റൗണ്ട് മത്സരത്തിന് ആദ്യ റൗണ്ടിലെ വിജയികളായ ടീം അംഗങ്ങള് ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ മാറ്റിവെക്കുകയാണ്. രണ്ടാമത് മത്സരത്തിൽ വിജയികളായി തയ്യാറാവാറ് വനിതാദിനവുമായി ബന്ധപ്പെട്ട് വളരെ വിജയകരമായി കല്ലുകളുടെ പരിപാടികൾ നടക്കുന്നതിലേക്ക് ശ്രമിച്ച് ആദ്യമായിട്ട് സംഘാടകർക്ക് നന്ദി ലഭിക്കും. അത് വനിതകളുടെ പങ്കാളിത്തം എല്ലാ ജനങ്ങളിലേക്കും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ ഒരു പരിപാടിയിലെ ജനപങ്കാളിത്തം തന്നെ ഇതിൽ വളരെ വിജയകരമായി എന്നുള്ളത് നേതൃത്വമാണ്. അപ്പം ഇത് വളരെ നന്നായി നടക്കുന്നതെന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ 5 ദിവസ മത്സരത്തിലേക്ക് ഉദ്ഘാടനം എന്നെ ക്ഷണിച്ച് ഞാൻ നന്ദി അർപ്പിക്കുന്നു. അപ്പം ഈ 5 ദിവസ മത്സരം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പ്രത്യേകിക്കുന്നു. ആശംസിക്കുന്നു. എല്ലാ വിശാസങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാർത്തയിക്കുന്നു. നന്ദി നമസ്കാരം. സമയം എടുത്തു മതി. ഒന്നുകൂടെ പിടി. കുറച്ച് Ready, go! Ready, go! 420 മത്സരമാണ്. ഒരു റൗണ്ടിന് പരാജയപ്പെട്ടാലും രണ്ടാമത്തെ റൗണ്ടിൽ ഉണ്ടായി.
ഈ യോഗത്തിലെ അധ്യക്ഷൻ കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പൊലീത്തായും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ രക്ഷാധികാരിയുമായ മാത്യു മുലനാട്ടുപിതാവേ, നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന ജലവിഭവവും മന്ത്രി, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പ്രധാന പങ്കാളി കൂടിയായ സി സ്റ്റുഡിയോയിലെ നേതാവ് ബഹുമാന്യനായ പി ജെ ജോസഫ് സാർ, വേദിയിലുള്ള മോൻസ് ജോസഫ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥ പ്രമുഖരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ കൃത്യം 2:30 നമ്മൾ പൊതുസമ്മേളനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഞാൻ ആദ്യമായി വനിതാ ദിനത്തിലെ മംഗളങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വനിതകൾക്കും, എല്ലാ സഹോദരിമാർക്കും പ്രത്യേകമായി നേരുകയാണ്. കൈയടിച്ച് നമ്മുടെ സന്തോഷം നൽകുന്നു. 2013 വനിതാ ദിനം കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതയോടുകൂടിയാണ് ആഘോഷിക്കുക. ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രിയനായ ശ്രീ രാധാകൃഷ്ണൻ, ജില്ലാ സംരക്ഷണ ദിനം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയനായ മന്ത്രി ശ്രീ പി ജോസഫ്, പ്രിയനായ ശ്രീ MLA, ബഹുമാനപ്പെട്ട അമ്മയ്ക്കച്ച, ഈ വേദിയെ അലങ്കരിക്കുന്ന വിശിഷ്ടരായ വ്യക്തികളെ, സ്നേഹമുള്ള പ്രിയ സഹോദരിമാരെ, ഇന്ന് ലോകം വനിതാ ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തെ ലോകം മുഴുവനുമുള്ള സ്ത്രീകളുടെ വലിയ കൂട്ടായ്മയുടെ ആഴമാക്കി മാറ്റുവാനായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതിനും സ്ത്രീകൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനവും അർഹമായിട്ടുള്ള അംഗീകാരവും ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു സമ്മേളനമാണ് ഇത്. ഈ അവസരത്തിൽ ഈ ദിനത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഇത്രമാത്രം ഉജ്ജ്വലമായ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ മുന്നോട്ട് വന്ന KICC-യെയും അതോടൊപ്പം തന്നെ KICC-യോട് ചേർന്ന് ജില്ലാ വിഭവ വകുപ്പ് ജലസംരക്ഷണ ദിനമായിട്ട് ഈ ദിനം മോടി പിടിപ്പിക്കുവാനായിട്ട് എന്റെ പരിശ്രമത്തെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ജലവിഭാഗ വകുപ്പ് മന്ത്രി ശ്രീ പി ജെ ജോസഫ് അവർ നമ്മുടെ ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നതാണ് കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാത്യു മുലക്കാട്ട് പിതാവ്. ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അവർ, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ മുൻ മന്ത്രി ശ്രീ മോൻസ് ജോസഫ് MLA, സ്നേഹനിധിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാകൃഷ്ണൻ, കോട്ടയം നഗരസഭയുടെ ചെയർമാൻ നമ്മുടെ സ്നേഹനിധിയായ ശ്രീ MP സന്തോഷ് കുമാർ, നമ്മുടെ സ്നേഹമുള്ള ശ്രീ തോമസ് ചാഴിക്കാടൻ MLA, ശ്രീ VR മോഹനൻ കുമാർ, ശ്രീ V സുഭാഷ് ചന്ദ്രബോസ്,
ശ്രീമതി സന്ധ്യ ബാനർജി, ഫാദർ റൊമാൻസ് ആന്റണി, ശ്രീ പി കെ ജോണി, സ്നേഹമുള്ള ശ്രീ സണ്ണികല്ലു, പ്രിയപ്പെട്ട സാലി ജോർജ്, ശ്രീ വി കെ അനിൽകുമാർ, ശ്രീ ടി സി റോയ്. ഒരു തരത്തിൽ നമ്മൾ ഇതുവരെ തൊപ്പില്ലാതെ ഇരുന്നതാണ്. പക്ഷെ വൈദ്യുതച്ഛൻ തൊപ്പി ഉപയോഗിച്ചു. പക്ഷെ അത് ലോക വനിതാ സമ്മേളനത്തിലാണ്. ലോക വനിതാ ദിനം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം വനിതകളുടെ ശാക്തീകരണത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. വനിതാ ശാക്തീകരണം സമൂഹ ശാക്തീകരണത്തിന്റെ ഭാഗമാണ്. ആ ശാക്തീകരണം കൂടുതൽ മെച്ചപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മളുടെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇന്ന് ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പുതിയ വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ നേരിടുന്നതിന് നമ്മൾ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാത്യു മോഹൻലാൽ, എൻ്റെ പ്രിയ സുഹൃത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവല്ലൂർ രാധാകൃഷ്ണൻ, ഈ അധ്യക്ഷ പേരിലുള്ള മൈക്കിൾ വെട്ടിക്കാട്, മുൻ മന്ത്രിയും എംഎൽഎയുമായ ശ്രീ മോൻസ് ജോസഫ്, ശ്രീ തോമസ് ചാലക്കുടി, ജില്ലാ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാധാ വി നായർ, മുനിസിപ്പൽ ചെയർമാൻ ശ്രീ വി സന്തോഷ് കുമാർ, ശ്രീമതി സന്ധ്യ ബാനർജി, CCTV ഡയറക്ടർ ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ശ്രീ വി കെ ജോണി. ഇന്ന് ഞാൻ 2 മണിക്കുള്ള വാർത്ത ഡൽഹിയിൽ നമ്മൾ വാർത്ത കേട്ടത് അതിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് അമേരിക്കയിൽ ഡൽഹി നിഷ്ഠൂരമായി കൊലചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ഓർമ്മ നടത്തുവാൻ അമേരിക്ക പ്രത്യേകമായ ഒരു പുരസ്കാരം നൽകുന്നു. അമേരിക്കയുടെ പ്രഥമ വനിതയാണ് നൽകുന്നത്. എല്ലാ വനിതകളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഡൽഹിയിലെ പെൺകുട്ടിയുടെ ദാരുണ മരണം സാധ്യത സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ വനിതാ ദിനം ആചരിക്കുന്നത്.